വിമാനാപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയ്ക്കെതിരായ മോശം കമന്റിൽ കാഞ്ഞങ്ങാട് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ. എ പവിത്രനെയാണ് ജില്ലാ കളക്ടർ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തത്. ചേതൻ വിവരങ്ങളുമായി ചേരുകയാണ്. ചേതൻ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ വളരെ ക്രൂരമായിട്ടാണ് ആ കമൻറ്റ് പോലും യഥാർത്ഥത്തിൽ കാണിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. കാരണം അത്രയേറെ ക്രൂരമായിട്ടാണ് ഈ പവി എന്ന ആൾ പ്രതികരിച്ചത്. അയാൾക്കെതിരെ ഇതാ നടപടി, സർക്കാർ നടപടി. എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച ഈ മലയാളി നഴ്സിനെ വളരെ മോശമായിട്ടാണ് ഫേസ്ബുക്കിൽ ഇയാൾ കമന്റ് രേഖപ്പെടുത്തിയത്. ഈ വിഷയത്തിലാണ്, ഈ സംഭവത്തിൽ പ്രതിഷേധം കനത്തതോടെയാണ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറായ എ പവിത്രനെ അടിയന്തരമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് കാസർഗോഡ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ ഹീനമായ പ്രവൃത്തിയാണ് ഈ ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട് ഉടനെ തന്നെ ജില്ലാ കളക്ടറോട് ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വിഷയം പരിശോധിക്കുകയാണെങ്കിൽ ഇയാൾ ഇത്തരത്തിൽ ആദ്യമായല്ല ഇത്തരത്തിൽ കമന്റ് ഇട്ടത്. മറ്റൊരു സംഭവത്തിൽ കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു ജനപ്രതിനിധി MLA-ക്കെതിരെ ഇയാൾ സമാനമായ രീതിയിൽ കമന്റ് ഇട്ടിരുന്നു, ഫേസ്ബുക്കിൽ ആക്ഷേപിച്ച് കമന്റ് ഇട്ടിരുന്നു. ഈ വിഷയത്തിൽ ഇയാൾ ആറുമാസക്കാലം സസ്പെൻഷനിലായിരുന്നു. തിരികെ ജോയിൻ ചെയ്തതിനു ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ ഇയാൾ ഈ തെറ്റ് ആവർത്തിച്ചത്. ഇത്തവണ നമ്മളെ ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മനസാക്ഷിയെ നടുക്കിക്കൊണ്ടുള്ള ഈ ദുരന്തത്തിൽ വളരെ പത്തനംതിട്ട സ്വദേശിയെ വളരെ മോശം രീതിയിൽ ആണ് ഇയാൾ ഇത്തരത്തിൽ കമന്റ് ഇട്ടത്. ഏതായാലും ഈ വിഷയത്തിൽ ഈ സംഭവത്തിൽ പ്രതിഷേധം കനത്തതിനെ തുടർന്ന് ഇയാൾ ഈ കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇയാൾക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം പുരോഗമിക്കുകയാണ്. അത് മാത്രമല്ല, വൈകാതെ തന്നെ പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുന്നതായിരിക്കും. അജിംഷാദ്, ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് അത്തരത്തിൽ വൈകല്യം കാട്ടിയുള്ള പോസ്റ്റുകൾ. നേരത്തെയും അത്തരത്തിൽ ഉണ്ട് അല്ലേ? പ്രീ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? അതെ, ഈ തെറ്റ് ആവർത്തിച്ചിരിക്കുകയാണ്. മുൻപും ജില്ലയിലെ ഇതുപോലെ ഒരു ജനപ്രതിനിധിയെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് ഇയാൾ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇയാൾക്ക് സസ്പെൻഷൻ ലഭിച്ചിരുന്നു. പക്ഷെ ഇയാൾ വീണ്ടും തെറ്റ് ആവർത്തിച്ചിരിക്കുകയാണ്. വീണ്ടും നമ്മളെല്ലാവരും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഈ ഒരു സംഭവത്തിൽ ഈ നഴ്സിനെതിരെ വളരെ അവരുടെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അടക്കമുള്ള കമന്റ് ആണ് ഇയാൾ ഫേസ്ബുക്കിൽ ഇട്ടത്. സംഭവത്തിൽ പൊതുസമൂഹത്തിൽ പ്രതിഷേധം കനത്തതോടെ ഇയാൾ ഈ കമന്റ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വൈകാതെ തന്നെ ഇയാൾക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള എൻക്വയറിയും ഉണ്ടാകും. അത് മാത്രമല്ല, ഈ വിഷയത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ച ഈ വിഷയത്തിൽ പോലീസും കേസെടുക്കുന്നതായിരിക്കും. അജിഷ, തീർച്ചയായും ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ, അയാൾക്കെതിരെ പോലീസും നിയമ നടപടിയെടുക്കും. രഞ്ജിതയെ മോശമായി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു ബന്ധവുമില്ലാത്ത പവിത്രൻ എന്ന ആളാണ് രഞ്ജിതയെ മോശമായി കമൻറ്റിലൂടെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കാൻ ശ്രമിച്ചത്. ഇതിനെതിരായ നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അയാൾക്ക് സസ്പെൻഷൻ. ചേതനാണ് വിവരങ്ങൾ നൽകിയത്.